ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആസിഡ്സ് ആൻഡ് ബേസസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരു ചിത്രം കാണാം. ആ ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? ടീച്ചറുണ്ട്, അതുപോലെ തന്നെ മുന്നിൽ ടീച്ചർ അടുത്തൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, പിന്നെ കുറേ സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? ഇതൊരു ക്ലാസ് റൂമാണ്. അപ്പോൾ ആ ക്ലാസ് റൂമിൽ എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ വിളിച്ചിട്ട് ഒരു എക്സ്പെരിമെൻ്റ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലുള്ള ആ ഒരു ബീക്കർ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ബീക്കറിൽ ഏത് കളറാണുള്ളത്? ലിക്വിഡ്. ആ ബീക്കറിലുള്ളത് പിങ്ക് കളർ ലിക്വിഡാണ്. അത് മറ്റേ ബീക്കറിലേക്ക് ഒഴിക്കുന്ന സമയത്ത് മറ്റേ കയ്യിലുള്ള ബീക്കറിലുള്ള ലിക്വിഡിൻ്റെ കളർ എന്താണ്? യെല്ലോ കളറാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. ഇനി അന്ന് ആ ക്ലാസ്സിൽ നടന്നതിനെ കുറിച്ചിട്ട് അവിടെയുള്ള ഒരു സ്റ്റുഡൻറ്റ് ഒരു ഡയറി എഴുതിയിട്ടുണ്ട്. ആ ഒരു ഡയറി എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 3/7/24 ബുധനാഴ്ച എഴുതിയിട്ടുള്ള ഡയറിയാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിലെന്താണ് എഴുതിയത്? അവർ സയൻസ് ടീച്ചർ യൂഷ്വലി കം ടു ക്ലാസ് വിത്ത് സം സയൻസ് എക്സ്പെരിമെൻറ്റ്സ് ദാറ്റ് കിൻഡിൽ ദി ക്യൂരിയോസിറ്റി ഓഫ് ദി ചിൽഡ്രൻ. അപ്പം ഞങ്ങളുടെ സയൻസ് ടീച്ചർ എന്നും ക്ലാസ്സിലേക്ക് വരൽ ഏതെങ്കിലുമൊക്കെ സയൻസ് എക്സ്പെരിമെൻറ്റ് കൊണ്ടാണ് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാറുള്ളത്. അത് ഞങ്ങളുടെ ഇടയിൽ വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ടുഡേ ദി ടീച്ചർ ഹാഡ് ബ്രോട്ട് 2 ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ടംബ്ലേഴ്സ്. അപ്പോൾ ഇന്ന് ടീച്ചർ വന്നത് 2 ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ടംബ്ലേഴ്സ് കൊണ്ടിട്ടാണ്. വൺ ഓഫ് ദം കണ്ടെയ്ൻഡ് എ പിങ്ക് ലിക്വിഡ്. ഒന്നിലെന്തുണ്ട്? ഒരു പിങ്ക് ലിക്വിഡ് ഉണ്ട്. ദി സെക്കൻഡ് ടംബ്ലർ വാസ് എംപ്റ്റി. രണ്ടാമത്തെ ടംബ്ലർ ആണെങ്കിലോ എംപ്റ്റി ആയിരുന്നു, കാലിയായിരുന്നു, അതിലൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ദി ടീച്ചർ പ്ലേസ്ഡ് ബോത്ത് ദി ടംബ്ലർ ഓൺ ദി ടേബിൾ. ടീച്ചർ എന്ത് ചെയ്തു? 2 ടംബ്ലറും ഒരു ടേബിളിൽ വെച്ചു. ഷീ ആസ്ക്ഡ് മീ ടു പുവർ ദി പിങ്ക് ലിക്വിഡ് ഫ്രം ദി ഫസ്റ്റ് ടംബ്ലർ ഇൻ ടു ദി എംപ്റ്റി ഗ്ലാസ് ടംബ്ലർ. അപ്പോൾ ടീച്ചർ എന്ത് പറഞ്ഞു? എൻ്റെ കയ്യിൽ ഉള്ള പിങ്ക് ലിക്വിഡുള്ള ടംബ്ലർ ആ ഒഴിഞ്ഞു കിടക്കുന്ന ടേബിളിലുള്ള ആ ഒരു ഗ്ലാസ് ടംബ്ലറിലേക്ക് ഒഴിക്കാൻ പറഞ്ഞു. ദി സെയിം, ഞാൻ അങ്ങനെ ചെയ്തു. ആൻഡ് ദെൻ സംതിങ് അമേസിങ് ഹാപ്പൻഡ്. അത് ഒഴിച്ചതിന് ശേഷം അവിടെ വളരെ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. ദി പിങ്ക് ലിക്വിഡ് ദാറ്റ് വാസ് സ്പേർഡ് ഇൻ ടു സെക്കൻഡ് ടംബ്ലർ ടേൺ ഇൻ ടു യെല്ലോ. ആ ഒരു പിങ്ക് ലിക്വിഡ് മറ്റേ ആ ഒരു ടംബ്ലറിലേക്ക് ഒഴിച്ച സമയത്ത് അത് യെല്ലോ കളറായിട്ട് മാറി. വി വേർ ത്രിൽഡ് ബൈ ദിസ് മാജിക്. അപ്പോൾ ഈ ഒരു മാജിക് കാരണം ഞങ്ങളെല്ലാവരും ഭയങ്കര ത്രില്ലടിച്ച് നിന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് പറയാണ്, ഹാവിൻ യു റീഡ് ജിനൂസ് ഡയറി എൻട്രി. അപ്പോൾ ജിനുവിൻ്റെ ഡയറിയാണ് നിങ്ങളിപ്പോൾ വായിച്ചത്. അപ്പോൾ നിങ്ങളത് വായിച്ചില്ലേ? വായിച്ചു. വാട്ട് കുഡ് ബി ദി സീക്രട്ട് ബിഹൈൻഡ് ദി എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ബൈ ദി ടീച്ചർ ഇൻ ജിനൂസ് ക്ലാസ്. അപ്പോൾ ജിനുവിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തു. അതിന് പിന്നിലുള്ള സീക്രട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന് പിന്നിലുള്ള സീക്രട്ടാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വി നീഡ് സം മെറ്റീരിയൽ ഫോർ ഫൈൻഡിങ് ഇറ്റ്. അപ്പോൾ നമുക്ക് അതിന് പിന്നിലുള്ള സീക്രട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു സയൻസ് കിറ്റ് ഉണ്ടാക്കണം. ആ സയൻസ് കിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യം പറയുന്നത്. എന്നിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സയൻസ് കിറ്റിൽ എന്തൊക്കെ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ആദ്യം എന്താണ് സയൻസ് കിറ്റ് എന്ന് നോക്കാം. യു ക്യാൻ കളക്ട് മെനി മെറ്റീരിയൽസ് ദാറ്റ് ആർ റിക്വയർഡ് ടു കണ്ടക്ട് സയൻസ് എക്സ്പെരിമെൻറ്റ് ഫ്രം യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ ചുറ്റുഭാഗത്ത് നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സയൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറേ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. സയൻസ് കിറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സച്ച് മെറ്റീരിയൽസ്. ഇങ്ങനെ സയൻസ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ഒരു കളക്ഷനാണ് എന്തിലുള്ളത്? സയൻസ് കിറ്റിൽ ഉണ്ടാവുക. മെറ്റീരിയൽസ് ടു ബി കെപ്റ്റ് ഇൻ സയൻസ് കിറ്റ് ടു കണ്ടക്ട് ദി എക്സ്പെരിമെൻറ്റ്സ് ഇൻ ദീസ് യൂണിറ്റ് ആർ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് tumbler, pink colored water obtained by water boiled with padimangam, vinegar, tamarind water, lemon juice, salt, ash, lime, baking soda and butter milk. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ടംബ്ലർ വേണം,
പിങ്ക് കളേർഡ് വാട്ടർ വേണം. ആ പിങ്ക് കളേർഡ് വാട്ടർ എങ്ങനെയാണ് കിട്ടുന്നത്? പതിമങ്കം വെച്ചിട്ട്, അതായത് കുറച്ച് വെള്ളം എടുക്കുക, അതിൽ പതിമങ്കം ഇട്ടിട്ട് ബോയിൽ ചെയ്തിട്ടുള്ള ആ വാട്ടറാണ് പിങ്ക് കളേർഡായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം പതിമങ്കം ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള പിങ്ക് കളേർഡ് വാട്ടർ വേണം, വിനെഗർ വേണം, ടമറിൻഡ് വാട്ടർ വേണം, ലെമൺ ജ്യൂസ്, സാൾട്ട്, ആഷ്, ലൈം, ബേക്കിംഗ് സോഡ, ബട്ടർ, മിൽക്ക്. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. യു ക്യാൻ എക്സ്പാൻഡ് യുവർ കിറ്റ് ബൈ ആഡിങ് മോർ മെറ്റീരിയൽസ് റിക്വയർഡ് ടു കണ്ടക്ട് എക്സ്പെരിമെൻറ്റ് ഇൻ ഈച്ച് യൂണിറ്റ്. അപ്പം നിങ്ങൾക്ക് ഓരോ യൂണിറ്റിൽ ഓരോ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുണ്ടാവും. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ കിറ്റിലേക്ക് ഓരോ മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് എക്സ്പാൻഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. അടുത്തത്, ടേക്ക് ഔട്ട് ദി ഗ്ലാസ് ടംബ്ലേഴ്സ് ഫ്രം യുവർ സയൻസ് കിറ്റ് ആൻഡ് അറേഞ്ച് ദം ഓൺ ദി ഡെസ്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സയൻസ് കിറ്റിൽ നിന്ന് 2 ഗ്ലാസ് ടംബ്ലേഴ്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നിങ്ങളുടെ സയൻസ് കിറ്റിൽ നിന്ന് ഗ്ലാസ് ടംബ്ലേഴ്സ് എടുത്തിട്ട് ടേബിളിൽ അറേഞ്ച് ചെയ്യുക. ആഡ് 2 or 3 drops ഓഫ് വിനെഗർ, ടമറിൻഡ് വാട്ടർ, ലെമൺ ജ്യൂസ്, സോൾട്ട് സൊല്യൂഷൻ, ആഷ് സസ്പെൻഷൻ ആൻഡ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഇൻ ടു സെപ്പറേറ്റ് ടംബ്ലേഴ്സ്. അപ്പം ഓരോ ടംബ്ലേഴ്സിലും എന്ത് ചെയ്യുക, ഒരു ടംബ്ലർ എടുക്കുക, അതിലേക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് ടംബ്ലറിൽ നിങ്ങൾ വിനെഗർ ആഡ് ചെയ്യുക, രണ്ടാമത്തെ ടംബ്ലറിൽ ടമറിൻഡ് വാട്ടർ ആഡ് ചെയ്യുക, മൂന്നാമത്തെ ടംബ്ലറിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക, നാലാമത്തെ ടംബ്ലറിൽ സോൾട്ട് സൊല്യൂഷൻ ആഡ് ചെയ്യുക, അടുത്ത ടംബ്ലറിൽ ആഷ് സസ്പെൻഷൻ ആഡ് ചെയ്യുക, അടുത്തതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, pour half a glass ഓഫ് പതിമങ്കം വാട്ടർ ഇൻ ടു ഈച്ച് ടംബ്ലർ. ഓരോ ടംബ്ലറിലേക്കും പതിമങ്കം വാട്ടർ ഹാഫ് ടംബ്ലറിൻ്റെ ഹാഫ് വരെ എന്ത് ചെയ്യുക, പതിമങ്കം വാട്ടർ ഒഴിക്കുക. ഡസ് ദി വാട്ടർ ഇൻ എനി ഓഫ് ദി ടംബ്ലർ ടേൺ യെല്ലോ? ഏതെങ്കിലും ടംബ്ലറിലുള്ള വാട്ടർ യെല്ലോ കളറായിട്ട് മാറുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്താണ് നിങ്ങളുടെ ഒബ്സർവേഷൻ? റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒബ്സർവേഷൻ എന്താണ്? നിങ്ങൾ ഈ എടുത്ത ഏതെങ്കിലും ടംബ്ലറിലേക്ക് നിങ്ങൾ പതിമംഗലം ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ കളറ് മാറുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒബ്സർവേഷൻ? എന്താണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒബ്സർവേഷൻ? ദി ടംബ്ലേഴ്സ് കണ്ടെയ്നിങ് ആഷ് സസ്പെൻഷൻ ആൻഡ് ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ടേൺ യെല്ലോ. ആഷ് സസ്പെൻഷനും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ സൊല്യൂഷനും ഉള്ള ടംബ്ലർ യെല്ലോ ആയിട്ട് മാറി. ദി ടംബ്ലേഴ്സ് കണ്ടെയ്നിങ് വിനെഗർ, ടമറിൻഡ് വാട്ടർ, ലെമൺ ജ്യൂസ് ആൻഡ് സോൾട്ട് സൊല്യൂഷൻ ഡു നോട്ട് ചേഞ്ച് കളർ ആൻഡ് റിമെയിൻ പിങ്ക് ഓർ റെഡ്. അപ്പം വിനെഗറും ടമറിൻഡ് വാട്ടർ, ലെമൺ ജ്യൂസ്, സോൾട്ട് സൊല്യൂഷനൊക്കെ ഉള്ള ആ ഒരു ടംബ്ലറിൻ്റെ കളർ മാറിയിട്ടില്ല. അത് പിങ്കോ അല്ലെങ്കിൽ റെഡോ കളറിൽ തന്നെയാണ് അതുള്ളത് എന്നാണ് പറയുന്നത്. യു നോ വാട്ട് ദി പിങ്ക് ലിക്വിഡ് മെൻഷൻഡ് ഇൻ ജിനൂസ് ഡയറി ഈസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജിനുവിൻ്റെ ഡയറിയിൽ ഉള്ള പിങ്ക് ലിക്വിഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി അല്ലേ? എന്താണത്? പതിമങ്ക ഇട്ടിട്ട് ബോയിൽ ചെയ്തിട്ടുള്ള വാട്ടറാണ്. അടുത്തത്, ഇൻ ദി എക്സ്പെരിമെൻറ്റ് മെൻഷൻഡ് ഇൻ ജിനൂസ് ഡയറി ദി ടീച്ചർ മസ്റ്റ് ഹാവ് ആഡഡ് സംതിങ് ടു സെക്കൻഡ് ടംബ്ലർ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഡിഡ് ദി ടീച്ചർ ആഡ് ടു ടേൺ ദി പിങ്ക് ലിക്വിഡ് ടു യെല്ലോ? അപ്പം ഈ ജിനുവിൻ്റെ ആ ഡയറിയിൽ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൽ ടീച്ചർ ആ സെക്കൻഡ് ടംബ്ലറിൽ എന്തോ ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പിങ്ക് കളറുള്ള ലിക്വിഡ് പിങ്ക് കളറുള്ള ലിക്വിഡ് ആ സെക്കൻഡ് ടംബ്ലറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് യെല്ലോ കളറായിട്ട് മാറുന്നത്. അപ്പം ടീച്ചർ എന്താവും അതിലേക്ക് ആഡ് ചെയ്തത്? ഈ പിങ്ക് കളർ ലിക്വിഡ് യെല്ലോ കളർ ആവാൻ കാരണം എന്താണ്? എന്ത് ആഡ് ചെയ്തത് കാരണമാണ് ഈ ഒരു കളർ ചേഞ്ച് വന്നത്? അപ്പം നിങ്ങളോട് ടിക്ക് മാർക്ക് ഇടാനാണ് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബോക്സസിൽ ടിക്ക് മാർക്ക് ഇടാനാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ആഷ് സസ്പെൻഷൻ ആയപ്പം പിങ്ക് കളറായിട്ടുണ്ടോ, അല്ല പിങ്ക് യെല്ലോ കളറായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആഷ് സസ്പെൻഷൻ വന്ന സമയത്ത് പിങ്ക് യെല്ലോ കളറായിട്ടുണ്ടോ? ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആയിട്ടുണ്ട് എന്ന് പറയാം. ആയിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ലെമൺ ജ്യൂസിൽ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല.
അപ്പം ഇല്ല. അപ്പോൾ ഫസ്റ്റിലത്തത് പിങ്ക് യെല്ലോ കളർ ആയിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഒന്നും ഇല്ല. സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിലും ചേഞ്ചസ് ഒന്നും ഇല്ല. വിനെഗർ ആണെങ്കിലും കളർ ചേഞ്ചസ് ഒന്നും ഇല്ല. ടെമറിൻഡ് വാട്ടർ ആണെങ്കിലും ചേഞ്ചസ് ഒന്നുമില്ല. പക്ഷേ ബേക്കിംഗ് സോഡ സൊല്യൂഷനിലേക്ക് ഈ പിങ്ക് സൊല്യൂഷൻ ആഡ് ചെയ്ത സമയത്ത് അവിടെ യെല്ലോ കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഏതിലൊക്കെയാണ് ഇപ്പം ഉള്ളത്, ഏതിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാം. കളർ ചേഞ്ച് ഏതിലൊക്കെയാണ് വന്നത് എന്ന് നമുക്ക് പറയാം. ആഷ് സസ്പെൻഷനിലും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ സൊല്യൂഷനിലും പിങ്ക് ലിക്വിഡ് യെല്ലോ കളറായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത്, ഡു ദി സബ്സ്റ്റൻസ് ദാറ്റ് ടേൺഡ് പതിമംഗം വാട്ടർ into yellow have any common in their taste? അപ്പം ഈ പതിമംഗം വാട്ടറിനെ യെല്ലോ കളറാക്കിയിട്ടുള്ള ആ ഒരു സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു സബ്സ്റ്റൻസിന് എന്തെങ്കിലും ടേസ്റ്റിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും തിങ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ നമുക്ക് നോക്കാം. all have a sour taste. അതിനെല്ലാത്തിനും എന്തുണ്ട്? ഒരു sour taste ഉണ്ട്. The sour taste is due to presence of some acids in them. ഇനി sour taste എന്ത് കാരണമാണ്? ആസിഡ് ഉള്ളത് അടങ്ങിയിട്ടുള്ളത് കാരണമാണ്. Let's do some more experiment to know the properties of acids. ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. Place everyone's glass tumblers on the desk. എല്ലാവരുടെ ഗ്ലാസ് ടംബ്ലറും ഡെസ്കിൽ വെക്കുക. Fill half portion of each glass with different ലിക്വിഡ് ഫ്രം ദി ലിസ്റ്റ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഈ ലിസ്റ്റിലുള്ള ഓരോ ലിക്വിഡും എന്ത് ചെയ്യുക? ആ ഗ്ലാസ് ടംബ്ലറിൻ്റെ ഹാഫ് ഫില്ല് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ്? സോപ്പ് വാട്ടർ, ലെമൺ ജ്യൂസ്, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ക്ലിയർ ലൈം വാട്ടർ, വിനെഗർ, ബട്ടർ മിൽക്ക്, ടമറിൻഡ് വാട്ടർ, ക്ലിയർ ആഷ് സസ്പെൻഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക? ടേക്ക് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഫ്രം ദി സ്കൂൾ ലബോറട്ടറി. നിങ്ങളുടെ സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ എടുക്കുക. ഡിപ്പ് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ദീസ് ലിക്വിഡ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ നിങ്ങൾ ഈ ഒഴിച്ച് വെച്ചിട്ടുള്ള ലിക്വിഡിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും ഇടുക. ടാബ്ലേറ്റ് യുവർ ഒബ്സർവേഷൻ ഇൻ ദി സയൻസ് ഡയറി. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്ന് നിങ്ങൾക്ക് അറിയണം. എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്ന് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ലിറ്റ്മസ് ഈസ് എ ഡൈ മെയ്ഡ് ഫ്രം ദി എക്സ്ട്രാക്റ്റ് ഓഫ് ലൈച്ചൻസ് വിച്ച് ഗ്രോ ഓൺ ട്രീസ്, റോക്സ് എക്സെട്ര. അപ്പം ലിച്ചൻസിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് എടുത്തിട്ടുണ്ടാക്കുന്ന ഒരു ഡൈ ആണ് എന്ത്? ലിറ്റ്മസ്. ആ ലിച്ചൻസിന് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? ട്രീസിലും റോക്സിലൊക്കെയാണ് അത് വളരുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ദി നേച്ചർ ഓഫ് സബ്സ്റ്റൻസസ് ബൈ ചേഞ്ചിങ് ദെയർ കളർ. അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓരോ സബ്സ്റ്റൻസിൻ്റെയും നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ സബ്സ്റ്റൻസും അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണത് ഹെൽപ്പ് ചെയ്യുന്നത്? അത് അതിൻ്റെ കളർ മാറിയിട്ടാണ് അത് അസിഡിക് ആണോ, ആ ഒരു ലിക്വിഡ് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദി എക്സ്ട്രാക്റ്റ് ഓഫ് ലൈച്ചൻസ് ഈസ് അപ്ലൈഡ് ഓൺ പേപ്പർ ടു മേക്ക് ലിറ്റ്മസ് പേപ്പർ ആൻഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ടു മേക്ക് എ ലിറ്റ്മസ് സൊല്യൂഷൻ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ലൈച്ചൻ്റെ എക്സ്ട്രാക്റ്റ് ഒരു പേപ്പറിൽ അപ്ലൈ ചെയ്യും, അതിനെ ലിറ്റ്മസ് പേപ്പർ ആക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ടു മേക്ക് എ ലിറ്റ്മസ് സൊല്യൂഷൻ. അതെന്ത് ചെയ്യും? ലിറ്റ്മസ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വാട്ടറിൽ എന്ത് ചെയ്യും? ഡിസോൾവ് ആക്കും. അപ്പോൾ ലിറ്റ്മസ് പേപ്പറാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ എന്താക്കും? ആ എക്സ്ട്രാക്റ്റ് അപ്ലൈ ചെയ്യും. ഇനി ലിറ്റ്മസ് സൊല്യൂഷൻ ആണ് ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ഡിസോൾവ് ആക്കും. ലിറ്റ്മസ് പേപ്പർ ആൻഡ് ലിറ്റ്മസ് സൊല്യൂഷൻ ഓഫ് ബ്ലൂ ആൻഡ് റെഡ് കളേഴ്സ് ആർ അവൈലബിൾ ഇൻ സ്കൂൾ ലബോറട്ടറി. അപ്പോൾ ലിറ്റ്മസ് പേപ്പറും ലിറ്റ്മസ് സൊല്യൂഷനും ഒരു ബ്ലൂ കളറുള്ളതും റെഡ് കളറുള്ളതും നമുക്ക് ലബോറട്ടറിയിൽ നിന്ന് കിട്ടും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മളുടെ കയ്യിലുള്ള വിനെഗർ, ലെമൺ ജ്യൂസ്, ലൈം വാട്ടർ, ബട്ടർ മിൽക്ക്, ടമറിൻഡ് വാട്ടർ, ക്ലിയർ ആസ് സസ്പെൻഷനൊക്കെ നമ്മൾ ഗ്ലാസ് ടംബ്ലറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലിറ്റ്മസ് പേപ്പർ ഇടുന്ന സമയത്ത് എന്തൊക്കെ മാറ്റമാണ് അതിൽ വരുന്നത് എന്ന് നമ്മളോട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. വിനെഗർ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറും. റെഡ് ലിറ്റ്മസിൽ ചേഞ്ച് ഒന്നും വരില്ല. ഇനി ലെമൺ ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറും. റെഡ് ലിറ്റ്മസിൽ ചേഞ്ചസ് ഒന്നും വരില്ല.
ഇനി അടുത്ത നമ്മൾ എടുക്കുന്നത് ക്ലിയർ ലൈം വാട്ടർ ആണ്. ലൈം വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസിൽ ചേഞ്ച് ഉണ്ടാവില്ല, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറും. ഇനി സോപ്പ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസിൽ ചേഞ്ച് ഉണ്ടാവില്ല, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറും. ഇനി ബട്ടർ മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറും, റെഡ് ലിറ്റ്മസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇനി ടമറിൻഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറും, റെഡ് ലിറ്റ്മസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അടുത്തത് ക്ലിയർ ആഷ് സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, റെഡ് ലിറ്റ്മസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ആയിട്ട് മാറും. ഇനി ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറും. ക്വസ്റ്റ്യൻ ആണ് വിച്ച് ലിക്വിഡ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു ഇതിൽ നോക്കുക, ഈ ഒരു ബീക്കറിൽ ഉള്ള നമ്മൾ എടുത്തിട്ടുള്ള ലിറ്റ്മസ് ഏതാണ്? ബ്ലൂ ആണ്. അത് ഈ ഒരു ലിക്വിഡിലേക്ക് ഇട്ട സമയത്ത് അതെന്തായിട്ട് മാറി? റെഡായിട്ട് മാറി. അപ്പം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ലിറ്റ്മസ് ബ്ലൂ ആണ്, അത് ഈ ഒരു ലിക്വിഡിലേക്ക് ഇട്ട സമയത്ത് അത് റെഡായിട്ട് മാറി. അപ്പം ഏതൊക്കെ ലിക്വിഡാണ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കിയിട്ട് മാറ്റുക എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ലെമൺ ജ്യൂസ്, വിനെഗർ, ബട്ടർ മിൽക്ക്, ടമറിൻഡ് വാട്ടറൊക്കെയാണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കിയിട്ട് മാറ്റുന്നത്. അടുത്തത് വിച്ച് ലിക്വിഡ് ടേൺഡ് റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റുന്നത് ഏതൊക്കെ ലിക്വിഡാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ലൈം വാട്ടർ, സോപ്പ് വാട്ടർ, ക്ലിയർ ആഷ് സസ്പെൻഷൻ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഒക്കെയാണ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റുന്നത്. അടുത്തതാണ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്നുള്ള ടോപ്പിക്ക്. അപ്പം ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ആസിഡ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കിയിട്ട് മാറ്റുന്ന സബ്സ്റ്റൻസ് ആണ് എന്ത്? ആസിഡ്. അപ്പം ഇതെന്താണ്? ഈ സബ്സ്റ്റൻസ് ഒക്കെ എന്താണ്? ആസിഡാണ്. കാരണം എന്താണ്? ഇവിടെ നമ്മൾ എടുത്ത ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആണ്, ഈ ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? ആസിഡ്സ് ആണ്. സബ്സ്റ്റൻസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ ആർ ബേസസ്. ഇനി ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അത് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഇത് ബേസസ് എന്ന് പറയുന്നത്. അപ്പം ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായിട്ട് മാറും, ബേസ് എന്ന് പറയുമ്പം റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറും. അടുത്തത് ക്ലാസിഫൈ ദി ലിക്വിഡ്സ് യു ഹാവ് എക്സ്പെരിമെൻറ്റഡ് ഇൻ ടു ആസിഡ്സ് ആൻഡ് ബേസസ്, റെക്കോർഡ് ഇറ്റ് ഇൻ ദി സയൻസ് ഡയറി. അപ്പം നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്, ആസിഡായിട്ടും ബേസായിട്ടും ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ലെമൺ ജ്യൂസ് എന്താണ്? ആസിഡാണ്. അതുപോലെ തന്നെ ലൈം വാട്ടർ എന്താണ്? ബേസാണ്. കാരണം എന്താണ്? ബേസ് എന്ന് പറഞ്ഞാൽ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ലൈം വാട്ടർ എന്താണ് ചെയ്യുന്നത്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റും. ഇനി ലെമൺ ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കിയിട്ട് മാറ്റും. അപ്പോൾ അതെന്താണ്? ആസിഡാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആസിഡ്സ് ആയിട്ട് വരുന്നത്? ലെമൺ ജ്യൂസ്, വിനെഗർ, ബട്ടർ മിൽക്ക്, ടമറിൻഡ് വാട്ടറൊക്കെ ആസിഡ്സ് ആണ്. ബേസസ് ഏതൊക്കെയാണ്? ലൈം വാട്ടർ, സോപ്പ് വാട്ടർ, ക്ലിയർ ആഷ് സസ്പെൻഷൻ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷനൊക്കെ ബേസസ് ആണ്. അടുത്തതാണ് ആൾട്ടർനേറ്റീവ് ഫോർ ലിറ്റ്മസ്. അപ്പം ലിറ്റ്മസിന് പകരം ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇനി പറയാൻ പോകുന്നത്. റബ് എ റെഡ് ഹിബിസ്കസ് ഫ്ലവർ ത്രൂ ഓൺ ബോത്ത് സൈഡ് ഓഫ് എ വൈറ്റ് പേപ്പർ. ഒരു വൈറ്റ് പേപ്പറിൻ്റെ രണ്ട് സൈഡിലും ഒരു റെഡ് ഹിബിസ്കസ്, അതായത് ചെമ്പരത്തി എടുത്തിട്ട് ഇങ്ങനെ ഒരയ്ക്കുക. വാട്ട് ഈസ് ദി കളർ ഓഫ് ദി പേപ്പർ നൗ? ഇപ്പോൾ ആ പേപ്പറിൻ്റെ കളർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ദി പേപ്പർ ക്യാൻ ബി ഡ്രൈഡ് ആൻഡ് കട്ട് ഇൻ ടു സ്ട്രിപ്പ്. എന്നിട്ട് ആ പേപ്പർ ഉണക്കിയിട്ട് സ്ട്രിപ്പുകളാക്കിയിട്ട് കട്ട് ചെയ്യുക. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ ഇത് നമുക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഡിപ്പ് ദീസ് പേപ്പർ ഇൻ ആസിഡിക് ലിക്വിഡ്. അപ്പം ഈ ഒരു പേപ്പർ നമുക്ക് എന്തിൽ മുക്കിയിട്ടെടുക്കാം? ആസിഡിക് ലിക്വിഡിൽ മുക്കിയിട്ടെടുക്കാം. അങ്ങനെ മുക്കുന്ന സമയത്ത്, ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ലിറ്റ്മസ് പേപ്പർ എന്ത് കളറായിട്ട് മാറും? റെഡായിട്ട് മാറും. ഇനി അടുത്തത് ഡിഡിൻ ദി കളർ ഓഫ് ദി പേപ്പർ ചേഞ്ച്. അപ്പം ഈ ഒരു പേപ്പറിൻ്റെ കളർ ചേഞ്ച് ആവുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു പേപ്പറിൻ്റെ കളർ ചേഞ്ച് ആവും. ദീസ് പേപ്പർ ദാറ്റ് ടേൺഡ് റെഡ് can be used instead of red litmus paper. അപ്പം റെഡ് ലിറ്റ്മസ് പേപ്പറിന് പകരം
ഈ ഒരു ആസിഡിൽ മുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ചേഞ്ചായിട്ട് ബ്ലൂ കളറ് ചേഞ്ചായിട്ട് റെഡായിട്ട് മാറുന്നുണ്ട്. ആ ഒരു റെഡായിട്ടുള്ള പേപ്പർ നമുക്ക് എന്താക്കിയിട്ടെടുക്കാം? റെഡ് ലിറ്റ്മസ് പേപ്പറിന് പകരം ആ ഒരു റെഡ് പേപ്പർ എടുക്കാം എന്നാണ് പറയുന്നത്. ദീസ് ക്യാൻ ബി ടെസ്റ്റഡ് ഓൺ ദി ലിക്വിഡ് ഇൻ സയൻസ് കിറ്റ്. അപ്പം ഈ പേപ്പർ വെച്ചിട്ട് ദീസ് പേപ്പർ ക്യാൻ ബി ടെസ്റ്റഡ് ഓൺ ദി ലിക്വിഡ് ഇൻ സയൻസ് കിറ്റ്. അപ്പോൾ സയൻസ് കിറ്റിലുള്ള ആ ഒരു ലിക്വിഡിൽ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ, എന്നിട്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? റെഡ് ലിറ്റ്മസ് പേപ്പറിന് പകരം നമുക്ക് ഹിബിസ്കസ് എടുത്തിട്ട് ഒരു എന്താക്കാം, അപ്പോൾ നമുക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനും റെഡ് ലിറ്റ്മസ് പേപ്പറിനും പകരം ഉപയോഗിക്കുന്ന പേപ്പേഴ്സാണ് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് പകരമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹിബിസ്കസ് എടുക്കുക, പേപ്പറും എടുക്കുക, എന്നിട്ട് പേപ്പറിൽ ആ ഹിബിസ്കസ് രണ്ട് ഭാഗത്തും നന്നായിട്ട് ഇങ്ങനെ ഒരതുക. അപ്പം ആ പേപ്പറിൻ്റെ കളറ് ബ്ലൂ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അത് നമുക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആക്കിയിട്ട് എടുക്കാം. ഇനി അടുത്തത് എന്ത് ചെയ്യാം? ഈ പേപ്പർ ആസിഡിക് ലിക്വിഡിൽ മുക്കുന്ന സമയത്ത് ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ആ പേപ്പർ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? റെഡ് ലിറ്റ്മസ് പേപ്പറായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് ആസിഡാണോ ബേസാണോ ആ ഒരു ലിക്വിഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഇത് ലിറ്റ്മസ് പേപ്പർ. ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ആസിഡ്സ് ആൻഡ് ബേസസ് ബൈ ചേഞ്ചിങ് ദെയർ കളർ. അപ്പം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ്സിനെയും ബേസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെ ാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ സബ്സ്റ്റൻസ് എങ്ങനെയാണ് ആസിഡ്സിനെയും ബേസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്തിട്ടാണ്. അപ്പം ഇൻഡിക്കേറ്ററിനൊരു എക്സാമ്പിളാണ് ഇത് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. അടുത്തത് ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറയാണ്, ഇൻ അഡീഷൻ ടു ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ദാറ്റ് യു ആർ നൗ ഫെമിലിയർ വിത്ത്, നൗ അതർ ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ആർ ഫിനോഫ്തലീൻ ആൻഡ് മീഥൈൽ ഓറഞ്ച്. അപ്പം നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും ഒക്കെ പറഞ്ഞു. അതല്ലാതെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന മറ്റ് ഇൻഡിക്കേറ്റേഴ്സാണ് ഇത് ഫിനോഫ്തലീനും മീഥൈൽ ഓറഞ്ചും. Observe the change in color when 2 or 3 drops of phenolphthalein are added to various acids and base. അപ്പം 2-3 തുള്ളി ഫിനോഫ്തലീന് ആസിഡ്സിലേക്കും ബേസിലേക്കും ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കളർ ചേഞ്ച് നിങ്ങളോട് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. സിമിലർലി ആഡ് 2 or 3 drops of methyl orange in acids and base and observe the change. അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ചും ആഡ് ചെയ്യുക, എന്നിട്ട് അതിലുണ്ടാവുന്ന ചേഞ്ചും പറയുക. ടാബുലേറ്റ് ദി കളർ ചേഞ്ച്, എന്നിട്ട് നിങ്ങളോട് ആ ഒരു കളർ ചേഞ്ച് ടാബുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഏതൊക്കെ ലിക്വിഡാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്? വിനെഗർ ഉണ്ട്, ക്ലിയർ ലൈം വാട്ടർ ഉണ്ട്, ലെമൺ ജ്യൂസ്, സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഫിനോഫ്തലീൻ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മീഥൈൽ ഓറഞ്ചും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. നമ്മൾ വിനെഗർ എടുത്തിട്ട് അതിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളർ ചേഞ്ച് ഒന്നും വരുന്നില്ല. പക്ഷേ അത് മീഥൈൽ ഓറഞ്ച് ആണ് വിനെഗറിലേക്ക് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റെഡ് കളർ പ്രൊഡ്യൂസ് ആവും. ഇനി അടുത്തത് നമ്മൾ ക്ലിയർ ലൈം വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യും. മീഥൈൽ ഓറഞ്ച് ആണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യെല്ലോ കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ലെമൺ ജ്യൂസിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്താൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല, കളർലെസ് ആണ്. മീഥൈൽ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി സോപ്പ് വാട്ടറിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്താൽ പിങ്ക് കളർ ഉണ്ടാവും, മീഥൈൽ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ഉണ്ടാവും. ഇനി ക്ലിയർ ബേക്കിംഗ് സോഡ സൊല്യൂഷനിലേക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് കളർ ഉണ്ടാവും, മീഥൈൽ ഓറഞ്ച് ആണ് ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ഉണ്ടാവും. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് സബ്സ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റർ ഓഫ് ആസിഡ്സ്? ആസിഡ്സിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് സബ്സ്റ്റൻസ് ആണെന്നാണ് ചോദിക്കുന്നത്.
ഏത് സബ്സ്റ്റൻസ് ആണ്? മീഥൈൽ ഓറഞ്ച് ആണ് ആസിഡ്സിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളിവിടെ കണ്ടോ, മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുന്ന സമയത്ത് വിനെഗറും ലൈം ജ്യൂസൊക്കെ എന്തായിട്ട് മാറി? റെഡ് കളറായിട്ട് മാറി. അപ്പം ആസിഡ്സിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? മീഥൈൽ ഓറഞ്ച് ആണ്. വിച്ച് സബ്സ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബേസ്? ഇനി ബേസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? ഫിനോഫ്തലിൻ ആണ്. ഇവിടെ നോക്കൂ, ക്ലിയർ ലൈം വാട്ടർ, അതുപോലെ തന്നെ സോപ്പ് വാട്ടർ, ക്ലിയർ ബേക്കിംഗ് സോഡ ഒക്കെ എന്താണ്? ബേസ് ആണ്. ഇതിലേക്ക് ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്ന സമയത്താണ് അതിന് എന്ത് കിട്ടുന്നത്? കളറ്, പിങ്ക് കളറ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത്, യു ഹാവ് നൗ റിയലൈസ്ഡ് ദാറ്റ് ആസിഡ്സ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ് ആൻഡ് ബേസസ് ടേൺ റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആസിഡാണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നതും ബേസാണ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നതും. ഡു ദേ ഹാവ് എനി അതർ കോമൺ പ്രോപ്പർട്ടി? ഇനി ആസിഡ്സിന് എന്തെങ്കിലും കോമൺ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡു വിനെഗർ, ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക് ആൻഡ് ടമറിൻ ടേസ്റ്റ്? എങ്ങനെയാണ് വിനെഗറിൻ്റെയും ലെമൺ ജ്യൂസിൻ്റെയും ബട്ടർ മിൽക്കിൻ്റെയും ടമറിൻ്റെയൊക്കെ ടേസ്റ്റ്? ദേ ടേസ്റ്റ് സോർ. എന്ത് ടേസ്റ്റാണുള്ളത്? സോർ ടേസ്റ്റാണ് ഉള്ളത്. ഹാവ് യു എവർ ഹാപ്പൻ ടു ടേസ്റ്റ് സോപ്പ് വൈൽ ടേക്കിംഗ് ബാത്ത്? നിങ്ങൾ കുളിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് സോപ്പ് നാവിലായിട്ട് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്? എന്താണ് സോപ്പിൻ്റെ ടേസ്റ്റ്? സോപ്പിന് എന്ത് ടേസ്റ്റാണ്? ഒരു ആൽക്കലൈൻ ടേസ്റ്റ് ആണ് അല്ലേ? സോപ്പ് ആൻഡ് ബേക്കിംഗ് സോഡ ടേസ്റ്റ് ദി സെയിം. അപ്പോൾ സോപ്പിനും ബേക്കിംഗ് സോഡക്കൊക്കെ ഒരേ ടേസ്റ്റ് ആണ്. ദേ ഹാവ് ആൻ ആൽക്കലൈൻ ടേസ്റ്റ്. അതിന് രണ്ടിനും എന്ത് ടേസ്റ്റ് ആണ്? ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. സോപ്പ് ഈസ് ബേസിക് ഇൻ നേച്ചർ. അതുകൊണ്ട് സോപ്പ് എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചർ ആണ് എന്നാണ് പറയുന്നത്. ഓൾ ആസിഡ് ഹാവ് സോർ ടേസ്റ്റ്. എല്ലാ ആസിഡ്സിനും സോർ ടേസ്റ്റ് ആണ്. ഓൾ ബേസസ് ഹാവ് ആൽക്കലൈൻ ടേസ്റ്റ്. എല്ലാ ബേസസിനും ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. Dip your finger in each liquid in the science kit and rub the finger and shown in the as shown in the picture. അപ്പം നിങ്ങളുടെ സയൻസ് കിറ്റിൽ കുറേ ലിക്വിഡ് ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യുക? ഒരു ബീക്കറിലേക്ക് ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിലേക്ക് നിങ്ങൾ ഫിംഗർ ആക്കിയിട്ട് ആ ഫിംഗർ ഇങ്ങനെ റബ്ബ് ചെയ്ത് നോക്കുക. വിച്ച് ലിക്വിഡ് ഫീൽ സ്ലിപ്പറി? ഏത് ലിക്വിഡാണ് സ്ലിപ്പറി ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് താഴെ ലിസ്റ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സോപ്പ് വാട്ടർ സ്ലിപ്പറിയാണ്, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ സ്ലിപ്പറിയാണ്. ബാക്കി സ്ലിപ്പറി ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് പറഞ്ഞത്? സോപ്പ് വാട്ടർ പറഞ്ഞു, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ പറഞ്ഞു, പിന്നെ ക്ലീൻ ലൈം വാട്ടർ സ്ലിപ്പറിയാണ്, ക്ലിയർ ആഷ് സസ്പെൻഷൻ സ്ലിപ്പറിയാണ്, ടമറിൻ്റെ വാട്ടർ, വിനെഗർ, ലെമൺ ജ്യൂസ്, ബട്ടർ മിൽക്ക് ഇതൊക്കെ എന്താണ്? സ്ലിപ്പറിയാണ്. വിച്ച് കോമൺ പ്രോപ്പർട്ടി ഓഫ് ബേസസ് ഡിഡ് യു ഐഡൻറ്റിഫൈ ഹിയർ? ഇവിടെ നിങ്ങൾ ബേസിൻ്റെ എന്ത് കോമൺ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്? എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തത്? ബേസസ് ഫീൽ സ്ലിപ്പറി ടു ടച്ച്. ബേസസ് എങ്ങനെയാണ്? ടച്ച് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പറി ആണ് എന്നാണ് പറയുന്നത്. യു ഹാവ് നൗ ഐഡൻറ്റിഫൈ ദി കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. അപ്പം നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു? ആസിഡ്സിൻ്റെയും ബേസിൻ്റെയും കോമൺ പ്രോപ്പർട്ടീസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തു. ടാബുലേറ്റ് ദം. ഇനി നിങ്ങളോടത് ടാബുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ആസിഡ്സിൻ്റെയും ബേസസിൻ്റെയും കോമൺ പ്രോപ്പർട്ടി എന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കി. ഓക്കെ, എന്തൊക്കെയാണ് വരുന്നത്? ആസിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് എന്താണ് വരുന്നത്? സോർ ടേസ്റ്റ് ആണ്. പിന്നെ ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കിയിട്ട് മാറ്റും ആസിഡ്സ് ആണെന്നുണ്ടെങ്കിൽ. അടുത്തത് ടേൺ റെഡ് ലിറ്റ്മസ് നോ ചേഞ്ച്. അപ്പം റെഡ് ലിറ്റ്മസിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, പക്ഷേ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആയിട്ട് മാറും. അടുത്തത് ചേഞ്ച് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ടു റെഡ്, ഓറഞ്ച് ഓർ യെല്ലോ കളേഴ്സ്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിന് റെഡ്, ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളറാക്കിയിട്ട് മാറ്റും. pH എത്രയാണ് ആസിഡിൻ്റെ? <7 ആണ്. അടുത്തത് ഡു നോട്ട് ഫീൽ സ്ലിപ്പറി. നമുക്ക് എന്തായിട്ട് തോന്നൂല? സ്ലിപ്പറി ആയിട്ട് തോന്നൂല. അടുത്തത് ബേസസ് ആണെന്നുണ്ടെങ്കിൽ ആൽക്കലൈൻ അല്ലെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ആണ്. ടേൺ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കിയിട്ട് മാറ്റും. ടേൺ ബ്ലൂ ലിറ്റ്മസ് നോ ചേഞ്ചസ്. ബ്ലൂ ലിറ്റ്മസിൽ കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറും. അടുത്തത് ചേഞ്ച് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ടു ബ്ലൂ, ഗ്രീൻ ഓർ വയലറ്റ് കളർ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സിന് ബ്ലൂ, ഗ്രീൻ അല്ലെങ്കിൽ വയലറ്റ് കളറാക്കിയിട്ട് മാറ്റും. pH <7. pH എത്രയാണ് വരുന്നത്? <7 ആണ്. അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്? സ്ലിപ്പറി ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ആസിഡ്സിൻ്റെയും ബേസിൻ്റെയും ക്യാരക്ടേഴ്സ് വരുന്നത്.
ഇനി അടുത്തത് പറയാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ആസിഡിനെയും ബേസിനെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് മെനി ഇൻഡിക്കേറ്റേഴ്സ്. ഇത് കുറേ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു മിക്സ്ചറാണ്. വെൻ എ ഫ്യൂ ഡ്രോപ്സ് ആർ ആഡഡ് ടു ആസിഡ്സ് ഓർ ബേസ്. ഇനി കുറച്ച് ഡ്രോപ്പ് എടുത്തിട്ട് ആസിഡ്സിലേക്കോ ബേസിലേക്കോ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗിവ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ നേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. അത് അതിൻ്റെ കോൺസെൻട്രേഷനും നേച്ചറിനും അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് കളർ നമുക്ക് തരും. ഇറ്റ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ കമ്പയറിംഗ് വിത്ത് ദി കളർ ചാർട്ട് ഓൺ ദി ബോട്ടിൽ. അത് ആ ബോട്ടിൽ തന്നെ തന്നിട്ടുള്ള കളർ ചാർട്ട് വെച്ചിട്ട് നമുക്കതിനെ കമ്പയർ ചെയ്യാം എന്നാണ് പറയുന്നത്.